10 വട്ടം പറയണോ ഈ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കി തരുമ്പോ ഒന്നും പറയാതിരുന്ന ഞങ്ങളുമല്ലോ. എന്നിട്ട് ഞാനാ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാമെന്ന് എത്ര പറയും. സമയം പോയി. രാവിലെ മീൻകറി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി എടുത്ത് ഫ്രീ ടൈം എല്ലാം എടുത്ത് കഴിക്കാൻ നോക്കും. പിന്നെ പോണ്ടേ ഇന്ന് ലീവ് എടുക്കാൻ അങ്ങോട്ട്. എന്നിട്ട് നീ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കാൻ കഥയൊക്കെ പറഞ്ഞിട്ട്. വണ്ടി വന്നില്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് വെച്ചാൽ വൈകുന്നേരം 8 മണിയായിട്ടുണ്ട്. ഞാനിന്ന് വൈകുന്നേരം വ്ളോഗ് ചെയ്യുന്നത്. രാവിലെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. രാവിലെ കുറച്ച് ഓഫീസിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് വൈകുന്നേരത്തെ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അവള് ഷിഫ്റ്റ് പോയേക്കാണ്. അവള് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ലേറ്റ് ആവും. 9 o'clock ഒക്കെ ആവും. ഇപ്പോൾ സമയം രാവിലെ ഏതാ രാത്രി ഏതാ നല്ല വെയിലുണ്ട് കേട്ടോ. മോനെ ക്ലാസ് കണ്ടാ വെയിലടിക്കുന്നത്. അപ്പോൾ കണ്ട പുറത്ത് കണ്ട 8 മണി 9 മണിയുടെ ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് രാത്രി 9 മണിയാന്ന് തോന്നുന്നു. അപ്പൊ ഇത് 2 തവണ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ സമ്മറായതുകൊണ്ട് കുറച്ച് നേരം സമ്മറായതുകൊണ്ട് കുറച്ച് വെട്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ വ്ളോഗ് ചെയ്യാൻ നല്ല കളറാണ്. കളർഫുൾ വൈബ്, കളർഫുൾ വ്ളോഗ് ആയിരിക്കും. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ അവള് ഷിഫ്റ്റ് പോയേക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ അടുക്കളയിൽ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും, അത് വെച്ചിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ചെയ്യാൻ നോക്കിപ്പോണ്ട്. കുറച്ച് മുട്ട ഇരിപ്പുണ്ട്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, എന്നെ കൊണ്ട് ആകെ പറ്റുന്ന ഒരു ഓംലെറ്റ്. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാനൊന്നും അറിയില്ല, നമുക്ക് പരീക്ഷിക്കാം. ഓക്കെ, മുട്ട കൊണ്ടുള്ള കളിയാണ്. അപ്പൊ ഈ മുട്ട വെച്ച് നമുക്ക് എന്തും ഉണ്ടാക്കാൻ പറ്റും. ആകെ മുട്ട ഞാൻ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഈ മുട്ട നോക്കിയിരിക്കുമായിരുന്നു. ഇത് എന്ത് ചെയ്യാൻ പറ്റും നോക്കിപ്പോണ്ട്. ഓംലെറ്റ് ബ്രോ, ഓംലെറ്റ്. നമ്മളങ്ങനെ ഉള്ളി അരിയാണ്. ഉള്ളി ഇങ്ങനെ ക്ലാസ് ആയിട്ട് അരിയാമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് അതിന്റെ രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക, ഒരു സൈഡ് ഇങ്ങനെ കട്ട ടക്ക്, അടുത്ത ഇങ്ങനെ കട്ട. ഇതിപ്പോ വലിയ ഉള്ളിയാവും, ഞാൻ ഇത് ചോപ്പ് ചെയ്ത് ചെറുതാക്കുന്നതായിരിക്കും. അപ്പൊ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ആകെ ജസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കണം. അതുകൊണ്ട് കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, നമ്മുടെ ഇനി നേരെ ഇതിനകത്തിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ ഒരു കലക്കം പോയി. എന്റെ കുസുമം എന്തോ അടിച്ചു പൊട്ടിക്കുന്നു. നീ ഒരു ക്ഷമയോട് പോണെന്ന് ഞാൻ വിചാരിച്ചു. എന്ത് പരും നീ എന്തിനാ അവിടെ അടിച്ചത്? ഞാൻ അങ്ങ് പോയില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്ത് കുഞ്ഞിന്റെ മുഖത്തൊരു മ്ലാനത. വ്ളോഗ് ചെയ്യുമ്പോ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര സുഖം. ശ്രദ്ധിക്കാമായിരുന്നു. പൊന്നാണ് നിക്ക്. ഞാൻ ഒരു സാധനം കൊടുത്തത്. അതെന്ത്? അത് ഗ്യാസ് കയറി പോണിന്റെ അതുകൊണ്ടോ? കൊഞ്ഞ ഞാൻ എന്ത് സെറ്റാക്കിയ നോക്കാം. ഓംലെറ്റ് ഉണ്ടല്ലോ, അതൊക്കെ എന്റെ ത്യാഗം നീ മനസ്സിലാക്കണം. ഇത് കാണാൻ നീ ഇത് കഴിച്ചു നോക്ക്. ഞാൻ ഇതിപ്പോ പഠിച്ച സംഭവം. ഇത് ഭയങ്കര ഈസിയാ. പൊളി എന്ന് പറഞ്ഞ പൊളി. എന്താ എടി, നമുക്ക് ഇതിന്റെ കൂടെ എന്തെങ്കിലും ഫുഡിന്റെ കൂടെ എന്തെങ്കിലും കഴിച്ചാലോ? എടി, ഞാൻ ഉണ്ടാക്കി ഭയങ്കര രുചി. ഫ്രിഡ്ജൊക്കെ അടച്ചു. ഞാൻ എത്ര നേരം കൊണ്ട് സെറ്റാക്കി അറിയോ? എന്റെ ഇല്ലില്ല, ചോറൊക്കെ അടിപൊളിയുണ്ട്. ഇങ്ങോട്ട് പോവാ. കൊള്ളത്തില്ലേ? സൂപ്പറോ? എനിക്ക് അപ്പഴറിയാം, ഞാൻ കിഡില പോലെ ഉണ്ടാക്കിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ഇല്ലേ? ഭയങ്കര ടേസ്റ്റ് ആണോ? ചുമ്മാ പറയാതെ. അല്ല, നീ കാണാൻ പറ. നീ അങ്ങനെ പറയാതാ, നീ പരമച്ചറ്റ്. പോടി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളതില്ല. നീ അതെനിക്കറിയത്തില്ല. നീ ഉണ്ടാക്കുന്ന എന്തോ എനിക്ക് ഇഷ്ടമാണ്.
പക്ഷെ ഇത് എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? രുചിയുണ്ടോ? നീ ആ ടൊമാറ്റോ സോസ് മുക്കി അങ്ങോട്ട് അടിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ വെച്ചു ഇത് ഭാഗ്യം ഞാൻ മുക്കാൻ ഞാൻ ഒരു ഭംഗിക്ക് എടുത്ത് ഒഴിച്ചാ പെട്ടെന്ന് നീ വരുന്നതാണ്. നീ പെട്ടെന്ന് വീട്ടിൽ കയറും നീ അറിഞ്ഞില്ല. കുരുമുളക് പൊടി ഞാൻ ഇഷ്ടം പോലെ ഇട്ട് ഞാൻ വേണം കുറച്ച് വിട്ടുതരാം. നിനക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നീ ഇങ്ങനെ ഇരുന്നങ്ങ് തിന്നത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചില്ല. നല്ല രുചിയാന്ന് തോന്നുന്നു. രാവിലെ പൊന്നെ വിശക്കുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പഠിച്ചു എടാ ഈ സംഭവം ഉണ്ടല്ലോ ഇത് വലിയ സംഭവം ഒന്നും അല്ലേ സത്യം പറഞ്ഞ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മളൊന്ന് പാഷനായിട്ട് പൊറോട്ടയോ മറ്റേ ചപ്പാത്തിയോ റോൾ. ഓ എന്ത് ഞാൻ ആദ്യം ചിക്കൻ റോൾ ഉണ്ടാക്കാന്ന് ചോദിച്ചു. പക്ഷെ ആ റോളും സാധനം ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ള സാധനം ഞാൻ നോക്കുമ്പോ രാവിലെ തൊട്ട് നോക്കുമ്പോ ഒരു മുട്ട ഇരിപ്പുണ്ട്. ചിക്കൻ വെച്ചുള്ള പരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ മുട്ടയെ തുടങ്ങുമല്ലോ ഇപ്പൊ. ഞാൻ ആദ്യം മുട്ടയ്ക്കകത്ത് കേറട്ടെ എന്നിട്ട് ഞാൻ ചിക്കനിലേക്ക് എത്താം. പിന്നെ എനിക്ക് വേണ്ടത് ഡിലീഷ്യസ് യമ്മി യമ്മി ഗൈസ്. അങ്ങനെ ഞങ്ങള് വ്ളോഗിനകത്ത് ചോറാക്കണല്ലേ എന്നാലും വ്ളോഗിന്റെ കാണത്തുള്ളൂ. ചുമ്മാ ഇവിടെ ഉണ്ടല്ലോ റിയലിസ്റ്റിക്കാ. എന്തിനാ ഫേക്ക് ന്യൂസ് കാണിക്കുന്നത്? ഉള്ള പോലെ കിട്ടാ പോരെ. അടുത്ത് കാണിക്കരുത്. പാടൊക്കെ കാണും ആൾക്കാർ. പ്രായം മനസ്സിലാവും. ഗൈസ് അങ്ങനെ ഓംലെറ്റ് നൈസായിട്ട് നല്ല രുചിയുണ്ട് കേട്ടാ. സെറ്റ് സാധനം. സീനൊന്നും ഇല്ല. ഈ എളുപ്പമാണ്. അങ്ങനെ നിന്ന് കഴിക്കുക കേട്ടോ. നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും കഴിച്ചില്ലേ? കഴിച്ചു. വിശപ്പ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നിൽക്കുന്നല്ലേ? അതുകൊണ്ടല്ലേ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സ് മാറാലോ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോയി ഡ്രസ്സ് മാറി കിടക്കാലോ. രാവിലെ 9 മണിയാ ഷിഫ്റ്റ്. ഫുഡ് കഴിക്കണ്ടേ? മതി. ഇത് മതി എനിക്ക്. ഓംലെറ്റോ? മതി. ഈ രാത്രി ഇത്ര സമയം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കരുത് അറിയത്തില്ല. ഇപ്പൊ ഞാൻ 6 o'clock ഡിന്നർ തീർക്കും. രാവിലെ ഫുഡ് കഴിക്കുന്ന പറയുന്നത്. രാവിലെ ഫുഡ് കഴിക്കാൻ പോയി ചപ്പാത്തി ഇപ്പൊ കഴിക്കും. ഇത് ഓംലെറ്റ് വെച്ചാൽ ഇത് ഓംലെറ്റ് ഒക്കെ സൈഡ് ഡിഷ് ആണ്, മെയിൻ ഡിഷ് അല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റൊമക്ക് 80% ഫില്ലാക്കി ഇടരുതെന്നാണ് ഇക്കിഗായ് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നത്. വിച്ച് ഇസ് ആക്ച്വലി വെരി നൈസ്. യു നീഡ് ടു ലീവ് അറ്റ്ലീസ്റ്റ് 80%. അതായത് നോട്ട് ലീവ് 80%, 20% എങ്കിലും നമ്മുടെ വയറ് നിറയരുത്. സോറി ഞാൻ പറഞ്ഞ 100% നമ്മള് ഫുള്ള് വയറ് നിറച്ച് കഴിക്കരുത്. എപ്പോഴും ഒരു 80% കഴിക്കാവുള്ളൂ. ബാക്കി 20% നമ്മള് വയറ് നിറയ്ക്കാതെ ഇട്ടേക്കണം. നീ 20% കഴിക്കുന്നുള്ളൂ. ഞാൻ അങ്ങനൊന്നുമല്ല കേട്ടോ. ഞാൻ എനിക്ക് ബുക്കും കുപ്പൊന്നും എനിക്ക് കേൾക്കത്തില്ല. വിശന്നാ ഞാൻ ഇല്ലാണ്ട്. നമ്മള് 20s-ലല്ല 30s-ല. അപ്പൊ ഫുഡിന്റെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നോക്കണം. ഡിന്നർ 6 o'clock 6:30 തീർക്കണം. എങ്ങനെ വയറ് നിറച്ച് കിടക്കരുത്. രാത്രി ഗ്യാസ്ട്രൈറ്റിസ് പറഞ്ഞ് ഗ്യാസ് പക്ഷെ അതല്ല സംഭവം. നമ്മളിപ്പോ ഫുഡ് കഴിക്കുമ്പോ നമ്മൾ നൈസായിട്ടും കഴിക്കുക, നമ്മൾ എൻജോയ് ചെയ്തും കഴിക്കുക. അതിപ്പം ബുക്ക് നോക്കിട്ട് കഴിക്കുമ്പോ കൊളസ്ട്രോൾ ഷുഗർ എല്ലാം വരും. മനസ്സിലായോ? നമ്മളിപ്പം നമ്മുടെ ഹെൽത്ത് നോക്കേണ്ട സമയമാണ്. ഭാര്യ വരെ കഴിക്കരുത്. മനസ്സിലായോ? ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. മുട്ട പൊട്ടിച്ചൊടിച്ച് 2 മുട്ട കട്ടിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചു. ഞാൻ 6 മണിക്ക് ഫുഡ് കഴിച്ചു. ഇതിപ്പോ മുട്ട ഉണ്ടാക്കിക്കൊണ്ട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഒന്നും കിടക്കാന്ന് വെച്ചാൽ എനിക്ക് ഗ്യാസ് ഉണ്ടോ ഭയങ്കരമായിട്ട്. രാവിലെ ഫുഡ് കഴിച്ചിട്ടാ പോയത്. ചപ്പാത്തി കഴിച്ചിട്ടാ പോയത്. ചോറും മീൻകറിയും കൊണ്ട് അത് ഞാൻ കഴിച്ചു 6 മണിക്ക്. രുചിയുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ പൊന്നെ അവാര കൈപ്പുണ്യ സൂപ്പർ. അവാര കൈപ്പുണ്യം പൊന്നെ എന്താ പൊന്നെ എന്തേ ഇത്ര നാളെ മുന്നേക്ക് വരാനെന്ന് ഞാൻ ചിന്തിക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടില്ലായിരുന്നല്ലേ നമ്മുടെ മുന്നിൽ. സത്യം പറഞ്ഞ വ്ളോഗ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നൊന്നും ആലോചിച്ചില്ല കുക്ക് ചെയ്യാൻ ഉണ്ടാക്കിക്കൊണ്ടത്. പിന്നെ അല്ല ഇന്നൊന്നത് ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. രാവിലെ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറേ പരിപാടി പെൻഡിങ്. അതെല്ലാം പെട്ടെന്ന് തീർക്കണം. ഷൂട്ട് ചെയ്യാൻ ഉണ്ടല്ലോ നല്ല ഡിലേ ആവും. ഗൈസ് ഡെയിലി ബ്ലോഗ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഇരുന്ന് ഷൂട്ട് ചെയ്യണം. എന്തോ ഷൂട്ട് ചെയ്യുമ്പോ എഡിറ്റ് ചെയ്യണോ? പിന്നെ ഞാൻ വ്ളോഗ് എല്ലാം സ്കെഡ്യൂൾ ചെയ്തേക്കോ.
ഉണ്ട്. 10 വട്ടം പറയണോ ഈ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കി തരുമ്പോ ഒന്നും പറയാതിരുന്ന് ഞണ്ണുമല്ലോ. എന്നിട്ട് ഞാനാ ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. കൊള്ളാമെന്ന് എത്ര പറയും. ഇല്ല 10 വട്ടം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കും എങ്ങനെയുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചോദിക്കണം അങ്ങോട്ട് ഫുഡ് കൊള്ളാവോ. അപ്പൊ പറയാം ആ കൊള്ളാം. കഴിഞ്ഞല്ലോ നിന്ന കളിക്കുമ്പോ ഇറങ്ങിയാൻ പോലോ. സമാധാനം. അപ്പൊ ഗൈസ് എനിക്ക് വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പൊ സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10 വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തു. ഡെയിലി ഞങ്ങളിങ്ങനെ അപ്ലോഡ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഇനിയിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇന്നെടുത്ത വീഡിയോ ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങ് സ്കെഡ്യൂൾ ചെയ്തിടും. പിന്നെ തലവേദനയല്ലോ, പിന്നെ പെട്ടെന്ന് ഇന്ന് തന്നെ ഉള്ള വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യും. നമ്മൾ പിന്നെ വലിയ മ്യൂസിക് ഒന്നും കേട്ടാത്തോണ്ട് ടക്ക് ടക്ക് അങ്ങ് അപ്ലോഡിങ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇപ്പൊ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇപ്പൊ 10 days ആയി കണ്ടിന്യൂസ് വ്ളോഗ് കേട്ടോ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ, ഭയങ്കര ഇന്നെന്തോ ഒരു പ്രൊഡക്റ്റീവ് അല്ല എന്നൊരു തോട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനത്തെ സംഭവം എനിക്ക് മുന്നേ ഇല്ലേ. പണ്ടൊക്കെയാണ് 2 വീഡിയോ ചെയ്യും, പിന്നെ ഒരു മാസം കഴിഞ്ഞ് വരും, ഇങ്ങനെയൊക്കെയായിരുന്നു. നാളെ ഇനി എന്ത് പരിപാടി? നാളെ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ക്ലൈന്റിനെ കാണാൻ പോകുന്ന വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്നെ വിളിച്ചായിരുന്നു അവരൊന്ന് വന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ മിക്കവാറും അവിടെ അടുത്ത് പോയിട്ടൊന്ന് പേഴ്സണലി ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നാളെ നേരം വിളിക്കുമ്പോൾ അറിയാം എന്താവുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കീപ് സപ്പോർട്ടിങ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഉള്ളവർക്ക് സബ് അടിച്ചു വെച്ചോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ്, ഷെയർ ഒക്കെ ചെയ്തോ. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് അടിക്കുക. ഓക്കെ, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ വേറെ ഒന്നും പറയില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പീസ്.